ക്രൈസ്തലോ സ്വർഗത്തിലെ ദൈവം ഈ നിമിഷം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇടുക്കി രാജക്കാട്, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ഒരുപാട് ദൈവങ്ങളെന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് നിന്നും യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുവാൻ എനിക്കുണ്ടായ പ്രചോദനം, ഞാനൊരു സ്പോർട്സ് താരമാണ്. സ്റ്റേറ്റ് നാഷണലൊക്കെ സ്വർണം മെഡലുകൾ കരസ്ഥമാക്കിയ PT ഉഷ, ഷൈനി വിൽസൺ അങ്ങനെ അറിയപ്പെടുന്ന വ്യക്തികളോട് ചേർന്ന് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വർണ്ണ മെഡലുകളിൽ കരസ്ഥമാക്കിക്കൊണ്ട് 96-97 കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് അനീഷ് PM എന്നാണ്. എന്നാൽ ലോകത്തിൽ ഒരുപാട് വിജയകരമായ അനുഭവങ്ങൾ എനിക്ക് നൽകുമ്പോഴും ലോകത്തിന് നൽകാത്ത സന്തോഷം നൽകുന്ന ഒരു ദൈവത്തെ കണ്ടെത്താൻ അവസരമൊരുങ്ങിയതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം ലോകത്തിൻ്റെ അംഗീകാരവും ലോകത്തിൻ്റെ സമാധാനവും ലോകത്തിൻ്റെ അംഗീകാരവും എൻ്റെ ജീവിതത്തെ ഒരുപാട് ബലിയാടാക്കി മാറ്റി. എന്നാൽ സമാധാനം എന്തെന്നറിയാതെ, സന്തോഷമെന്നറിയാത്ത ഒരു നിരാശ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ സമയം സത്യദൈവത്തെ ഞാൻ അറിയുന്നില്ല. ഞാനിപ്പോഴൊരു സത്യവചനത്തെ ഈ കാരണത്താൽ ഞാൻ പ്രസന്റ് ചെയ്ത് പറയട്ടെ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ദൈവം ഉണ്ട് എന്നുള്ളൊരു സത്യം തിരിച്ചറിയാൻ വൈകിപ്പോയതിൻ്റെ പിന്നിലെ കാരണം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. ചെയ്തതും പ്രവർത്തിച്ചതും അധ്വാനിച്ചതും ഓടിയതും എല്ലാം സത്യമാണ്. ഈ ലോകത്തിൻ്റെ മീഡിയ അതൊരു സത്യമാണ്. നമ്മളെടുക്കുന്ന ക്യാമറ അതൊരു സത്യമാണ്. കാരണം ലൈവ് നടക്കണം. പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് അംഗീകരിക്കാൻ കഴിയാത്ത പല മേഖലകൾ ഈ ലോകത്തുള്ളപ്പോൾ എൻ്റെ ഈ നേട്ടം നടക്കുന്നത് ഇത്രയേറെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് അത്രയേറെ ഉന്നമനത്തിലേക്ക് ഇതുപോലെയുള്ള മീഡിയകൾ കടന്നു വരാത്ത കാലഘട്ടത്തിൽ ജയം നേടിയ 96-97 കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പത്രങ്ങളുടെ സത്യം ഞാൻ എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവചരിത്രത്തിൻ്റെ മുന്നിൽ ഞാനത് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. സ്വർണ്ണ മെഡലുകളോ ലോകത്തിൻ്റെ അംഗീകാരങ്ങളോ എനിക്ക് സമാധാനം, സന്തോഷം ഒന്നും തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. നേടിയ നേട്ടങ്ങളും അംഗീകരിച്ച വ്യക്തികളുടെ എതിർവാക്കുകളും അല്ലെങ്കിൽ എതിർ പ്രവൃത്തികളും മാറി മറിയുന്നത് മനസ്സാക്ഷികൾക്ക് അംഗീകാരം നൽകാത്ത വിധത്തിലുള്ള പ്രവൃത്തികളും എൻ്റെ മുന്നിൽ സംജാതമായപ്പോൾ തളർന്നു പോയ, പ്രതികരിക്കാൻ കഴിവില്ലാതെ നിശ്ചലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറി. എൻ്റെ അപ്പൻ ഒരു ചുമട്ടുതൊഴിലാളിയാണ്. എൻ്റെ അമ്മ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു കൂലി വേല ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. 5 മക്കളിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. എന്നാൽ പ്രതീക്ഷകളൊക്കെയും ഈ 4 മക്കളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ 5ാമനായുള്ള എൻ്റെ ജീവിത അനുഭവം സ്വന്തം കുടുംബത്തെ രക്ഷിക്കുമെന്ന് കരുതിയ ആ മാതാവിൻ്റെ, ആ പിതാവിൻ്റെ അധ്വാനിക്കുന്ന ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് പിശാച് എൻ്റെ വിധിയെ തിരുത്തി കുറിച്ചു.
എൻ്റെ അനുഗ്രഹങ്ങളെയും അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെയും തിരുത്തി കള്ളത്തിരുത്തലിൻ്റെയും കള്ളച്ചതിയുടെയും അനുഭവത്തിൽ ഞാൻ കുടുങ്ങി. സഹായിപ്പാൻ ആരുമില്ല എന്ന് കരുതി ഞാനൊരു മുഴുപ്രാന്തനായി മാറി. എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സൗഭാഗ്യങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ല, ചില നാളുകളുടെ നിമിഷം കൊണ്ട്, പ്രതീക്ഷകളുടെ നിമിഷം കൊണ്ട്, ആഗ്രഹത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് ഒടുങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒതുക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറുവാൻ ഇടയായി തീർന്നു. യഥാർത്ഥ സത്യദൈവത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ല. അന്യദൈവത്തെ സേവിച്ചുകൊണ്ട് നടക്കുന്ന, വ്യോമവിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾക്കും മന്ത്രവാദ കളങ്ങൾക്കും വെളിപ്പാടുകൾ പറയുന്ന ക്ഷുദ്രമന്ത്ര പ്രയോഗങ്ങൾക്കും സത്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ അനീഷ് എന്ന വ്യക്തി അവസാനിച്ചെന്ന അവരുടെ അവസാന വാക്യം കുറിച്ചപ്പോൾ ആ രാത്രിയിൽ മരണം ആഗ്രഹിച്ച് നിശ്ചയിച്ച് കിടക്കുന്ന എൻ്റെ ജീവിത അനുഭവത്തിലേക്ക് വലിയൊരു വെളിച്ചമായി മുറിക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. അന്ന് എനിക്ക് ആ വെളിച്ചത്തെ ഭയമായി തോന്നി. കാരണം പലവിധത്തിലും പൈശാചിക ബന്ധനങ്ങളോ താതാത്മ്യപ്പെട്ട് ജീവിക്കേണ്ട ഗതികേടിൻ്റെ അകത്ത് എൻ്റെ ജീവിതം ഇതാണെന്ന് ഉറപ്പിച്ചും മനസ്സിലാക്കിച്ചും ചിന്തിപ്പിച്ചും ചതിച്ചും പിശാചിൻ്റെ പ്രവൃത്തികൾ അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കുവാൻ നിശ്ചയിക്കുന്ന ഒരു ദൈവവൈദ്യന് വഴിയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ദൈവ വെളിച്ചം ആ രാത്രിയിൽ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഇരളഞ്ഞ ഭവനത്തിൻ്റെക്ക്, ആ മുറിക്കുള്ളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ വെച്ച് ഒരു ശബ്ദം ഞാൻ കേട്ടു. നിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ പോകുന്നു. ഞാൻ ആരാകുന്നു എന്നൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ ആ ശബ്ദം വ്യക്തമായി തിരിച്ചറിഞ്ഞു. നിന്റെ സ്ഥിതി, അതായത് നിന്റെ അവസ്ഥ. അതെ, നമുക്ക് പലപ്പോഴും നാളെ എന്താകും, അവസ്ഥ എന്താകും, ഒരു പരീക്ഷ എഴുതിയാൽ പിന്നീട് ജയമുണ്ടോ പരാജയമുണ്ടോ, ഒരവസ്ഥയാണ്. ജയിക്കുന്നവൻ്റെ അവസ്ഥയും തോറ്റവൻ്റെ അവസ്ഥയും ജീവിക്കുന്നവൻ്റെ അവസ്ഥയും മരിക്കുന്നവൻ്റെ അവസ്ഥയും, ഇങ്ങനെ പലവിധമായ അവസ്ഥകളെക്കുറിച്ചുള്ള ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്നു, അതാണ് അവസ്ഥ. എൻ്റെ സ്ഥിതി വളരെ മോശകരമായ സ്ഥിതിയിൽ ആ ശബ്ദം എന്നോട് വ്യക്തമായി പറയുന്നു, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്നു. പ്രഭാതത്തിൽ ഒരു സുവിശേഷകൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. പലവിധത്തിലും അവരെ എതിർക്കുന്നു. അവരുടെ വാക്കുകളോട്, അവരുടെ പ്രവൃത്തികളോട്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന വിഷയത്തോടൊക്കെ ഞാൻ എതിർക്കുകയാണ്. വീട്ടുകാരെതിർക്കുന്നു. പക്ഷേ നിയോഗം പ്രാപിച്ച ആ ദൈവമനുഷ്യൻ ഒറ്റ വാക്കെന്നോട് പറഞ്ഞു, ഉപവസിക്കുവാൻ തയ്യാറാണ്. ഉപവാസത്തിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. ചോദിച്ചു, എന്താണ് ഉപവാസം? അപ്പം പട്ടിണി ഇരിക്കുക. ഇപ്പം നാളുകളോളായി പട്ടിണി കിടക്കുന്ന ഒരു ഭവനമാണ് എൻ്റെ ഭവനം. ദാരിദ്ര്യം, രോഗിയായി, ക്യാൻസർ രോഗിയായ അപ്പൻ, ആസ്മ രോഗിയായ അമ്മ, പണിയെടുക്കാനോ ലോകത്തിലേക്ക് ഇറങ്ങാനോ അറിവില്ലാത്ത, കഴിവില്ലാത്ത, മനോവ്യാധി പിടിച്ച ഒരു മകനായ ഞാനും. പക്ഷേ ഇന്നലകളിൽ രാത്രികളിൽ കേട്ട ആ ശബ്ദം പിന്നീട് ആ വാക്കുകളോട് പ്രതികരിക്കുവാൻ തയ്യാറാകാതെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം നൽകിയ ആ കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദിയോടെ ഞാൻ എൻ്റെ ജീവിതാനുഭവം വീണ്ടും തുടങ്ങട്ടെ. പിന്നീട് ഞാൻ കേൾക്കുന്നത്
അനുഭവം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് എന്നെ വഴി നടത്തുകയാണ്. ആ പ്രാർത്ഥന നടക്കുന്ന എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുന്നില്ല. അവരെന്നോടൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, ഞാനത് മറന്നുപോയി. പക്ഷേ യഹോവയ്ക്ക് ദൃഢധൈര്യമുണ്ട് എന്നുള്ള ആ വചനത്തിൻ്റെ, അന്ന് ആ വചനമേ ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. പക്ഷേ എനിക്ക് ദൈവത്തെ പൂർണ്ണമായി അറിയണം. ഇന്നലെ എന്നോട് സംസാരിച്ച ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? കാരണം ഒരുപാട് അമ്പലങ്ങളിലും പള്ളിയിലും ഓടി നടന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്നലെ കേട്ട ശബ്ദം എവിടെ ഇരിക്കുന്നേ, ഏത് ഭാഗത്താണെന്ന് അറിയാൻ ഇടുക്കി ജില്ല രാജേക്കാട് സ്ഥലത്ത് ഞാൻ അന്വേഷണം ആരംഭിച്ചു. ആ ശബ്ദത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തി. ഞാനൊരു വാഹനത്തിൽ കയറിയിരുന്നു. ഞാൻ നിശ്ചയിച്ചു, ഇന്നലെ സംസാരിച്ച അതേ സ്ഥലത്ത് പോയി എനിക്കിറങ്ങണം. ആ സ്ഥലത്തിൻ്റെ പേരോ സ്ഥലമോ സാഹചര്യം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിശ്ചയിച്ച ഇന്നലെ കേട്ട ശബ്ദം മാത്രം എൻ്റെ മുന്നിൽ എന്നെ ഉറപ്പ് നിർത്തിക്കൊണ്ട് ഇറങ്ങി തിരിച്ചു. കടന്നു ചെന്നപ്പോൾ കൃത്യമായ ആ സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇറങ്ങി. ഞാൻ കരുതിയ തുകയിലേക്കാളും അല്ലെങ്കിൽ ഞാൻ കരുതിയ പൈസയെക്കാളും വളരെ ലളിതമായിരുന്നു പൈസ. എൻ്റെ ദൈവത്തിന് നന്ദി. ഞാൻ ആ ഭവനത്തിൽ കടന്നിരുന്നു. അവിടെ ഉണ്ടായ ദൈവമക്കൾ എല്ലാം കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷം. അതിൻ്റെ നടുവിലേക്ക് അലറി വിളിച്ച പിന്നീട് ഞാൻ വീഴുന്നത്. അവരെന്നെ കൈയും കാലും കൂച്ചിക്കെട്ടി ഒരു മുറിക്കുള്ളിലിട്ടു. സ്വബോധം വന്നപ്പോൾ പറഞ്ഞു, നിഷ്ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതുകൊണ്ട് ഞങ്ങൾ താങ്കളെ പിടിച്ചു കിട്ടിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കെട്ടഴിക്കാൻ. അവർ പറഞ്ഞു ഒരിക്കലും കെട്ടഴിക്കാൻ പറ്റത്തില്ല, അത്രയേറെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ദൈവവചനം നിങ്ങളിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തി നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവ പദ്ധതിയാണ്. പക്ഷെ പിന്നീട് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ പിന്നെ ഇളകുന്നത് മുഴുവൻ പൈശാചിക ശക്തിയാണ്. എന്നാൽ പറയട്ടെ, ആ ഭവപ്പെട്ട ദൈവമക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിയത്തില്ലാത്ത, മനസ്സിലാക്കാത്ത കർത്താവ് കൊണ്ടുതന്ന ആ ദിവ്യമായ അനുഭവത്തോട് താതാത്മ്യപ്പെടുന്ന മനോഭാവം ഞാൻ ആദ്യമായി ദൈവസ്നേഹം തിരിച്ചറിയുക. യേശുവിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ സ്നേഹിച്ചവരുടെ സ്നേഹവും ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ തോറ്റുപോയി. എൻ്റെ മനസ്സ് ഏത് വിഷയത്തിനും അംഗീകരിക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങിയാണ്. പക്ഷേ എന്നെ നയിക്കുന്ന അല്ലെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി അവിടെ വളരെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. എന്നാൽ അവരെൻ്റെ കൈയും കാലും കൂച്ചി കെട്ടി ആ വീടിനുള്ളിലിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. എന്നിൽ വിടുന്ന അന്ധകാര ശക്തി വീണ്ടും എന്നിൽ പുറത്തു നിന്നുകൊണ്ട് എന്നോട് സംസാരിച്ചു, ഞാൻ എൻ്റെ കെട്ടഴിച്ചു വിടണം. ഈ പ്രാർത്ഥന ശക്തിയെ തകർക്കുവാൻ നിനക്ക് കഴിയുമോ? ഞാൻ എന്നിൽ വ്യാപരിച്ച ശക്തിയോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, കെട്ടഴിക്കുക. അവർ വരിഞ്ഞു മുറുക്കി കെട്ടിയ ഓരോ തുണി കഷ്ണങ്ങളെയും അഴിച്ചു മാറ്റിക്കൊണ്ട് പിശാച് എന്നെ പുറത്തിറക്കുക. ഞാൻ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഒരു ഭീകരാന്തരീക്ഷത്തോട് ഓടിച്ചെന്നെങ്കിലും അവിടെ പ്രസംഗിക്കുന്ന വചനത്തിൻ്റെയോ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ മുന്നിൽ എന്നിൽ വ്യാപരിച്ച അന്ധകാര ശക്തിയുടെ വാക്കുകളും ചിന്തകളും ഒക്കെ അവിടെ ഫലിക്കാതെ പോവുകയാണ്. മന്ത്രവാദി എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ജപിച്ചാൽ അത് ഫലിക്കത്തില്ല എന്നതുപോലെ തന്നെ എൻ്റെ ദൗത്യവും എല്ലാം നിഷ്ഫലമായി. ആ പ്രാർത്ഥനയുടെ മുന്നിൽ ഞാൻ മുട്ടുമടക്കി. എന്നിൽ വ്യാപരിച്ച അന്ധകാര ശക്തി ഇളകി മറഞ്ഞ് അത് പൂർണ്ണമായി വിട്ടുമാറി.
സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ പൈശാചിക ശക്തിക്ക് എന്നോട് വൈരാഗ്യം തോന്നി. ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ച കാര്യത്തോട് താതാത്മ്യപ്പെടാതെ മറ്റേതോ ഭാഗത്തേക്ക് നീങ്ങി എന്നവർക്ക് തീരുമാനം മനസ്സിലാക്കിയ ആ പൈശാചിക ലോകശക്തി എൻ്റെ ജീവിതത്തെ പല വിധത്തിൽ വേട്ടയാടി. പക്ഷെ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഉണ്ടെന്ന് ഒറ്റ വാക്കുകൊണ്ട് ഉറപ്പിച്ചു തന്നവനെ പൂർണ്ണമായും വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം വിതയ്ക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പിശാചിൻ്റെ കോട്ടകളെ തകർത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഈ പൈശാചിക ശക്തികൾ തോറ്റു. അല്ല, എൻ്റെ കർത്താവ് അവരെ തോൽപ്പിച്ചു. പ്രീതി മക്കളെ, ലോകം എന്തെല്ലാം പറഞ്ഞാലും യേശു എന്ന ഒരു നിത്യസത്യം, രക്ഷകൻ എന്ന നിത്യസത്യം ഇന്നും ജീവിക്കുന്നു, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിക്കോ ശക്തിക്കോ യുക്തിക്കോ ഒതുക്കാൻ കഴിയാത്ത, ചതിക്കാൻ കഴിയാത്ത, തകർക്കുവാൻ കഴിയാത്ത, വാദിക്കാൻ കഴിയാത്ത, വാദിച്ചാലും ജയിക്കാൻ കഴിയാത്ത ഒരു ജയത്തിൻ്റെ ചൈത്രയാത്ര കാൽവറിയിൽ ആരംഭിച്ചിരുന്നതിൻ്റെ ചരിത്രം തിരിച്ചറിഞ്ഞു. എൻ്റെ കർത്താവ് മരിച്ചത് മാനവജാതികൾക്ക് വേണ്ടിയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഈ അത്ഭുതങ്ങളും അടയാളം നടക്കുമെന്ന പ്രവചന ശബ്ദത്തോടുകൂടി ആ മാനവജാതികളുടെ ഏക സൂര്യനായി, നീതി സൂര്യനായി, സത്യ വെളിച്ചമായി അന്ധകാരത്തെ പൂർണ്ണ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ, അന്ധകാരത്തെ നീക്കി യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം ഞാൻ അന്ന് എൻ്റെ ഭവനത്തിൽ ഒരു ഭ്രാന്തനായി ഇരുണ്ട അന്തരീക്ഷത്തിൽ രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എല്ലാവരോടും പ്രതികരിക്കുകയും എതിർക്കുകയും വാദിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നും ഒരു പ്രഭാതം പൊട്ടിമുളച്ചപ്പോൾ ആ വെളിച്ചം എന്നോട് സംസാരിച്ചതിനെ അംഗീകരിച്ചു എന്നൊരൊറ്റ കാരണമുണ്ട്. അത് തിരിച്ചറിയാൻ അവസരം തന്നു എന്നൊരൊറ്റ കാരണമുണ്ട്. എൻ്റെ ചരിത്രം തന്നെ സ്വർഗം മാറ്റിമറിച്ചു. രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷിതാവായി, കർത്താവായി എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. അന്യ ദൈവങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കി. ഇന്നലകളിൽ സ്വീകരിച്ചു വന്ന സകല, അംഗീകരിച്ചു വന്ന സകല ലോക സംവിധാനങ്ങളിൽ പൂർണ്ണമായും തുടച്ചു. ഈ ഭൂമിയിൽ മറ്റാരുമില്ലെങ്കിലും യേശു മതി എന്ന് ഞാൻ നിശ്ചയിച്ച ആ നിമിഷം മുതൽ 30 ദേവഗണങ്ങളെ ആശ്രയിച്ചിട്ട് കിട്ടാത്ത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് അതെൻ്റെ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ്. ആ സ്നേഹം എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചു. മലയാളം എഴുതാനും വായിക്കാനും പഠിച്ച ഞാൻ മലയാളം മറന്നുപോയിരുന്നു. അത് പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എൻ്റെ അറിവുകൾ മരിച്ചു, എൻ്റെ ജീവിതം മരിച്ചു. എൻ്റെ അപ്പൻ, അമ്മ, സഹോദരിമാർ, അവരുടെ പേര് പോലും എൻ്റെ തലച്ചോറിൻ്റെ അകത്തുനിന്ന് മരിച്ചിരുന്നു. ജീവിക്കുന്നത് വെറും ഒരു മാംസപിണ്ഡമായി മാറിയിരുന്നു. എന്നാൽ എനിക്കൊരു പുതുജീവൻ, എല്ലാം അവസാനിച്ചോ തന്നു പുതിയൊരു വഴി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കുകയായിരുന്നു. ഈ യേശു എനിക്ക് വേണ്ടി തുറക്കുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് തകർന്നെന്നും സ്വയം മനസ്സിലാക്കി മനസ്സിനെയും ശരീരത്തെയും കടന്നു വരുന്ന ഏത് അന്ധകാരത്തിനും അടിയറവ് വെച്ചുകൊണ്ട് പരാജയത്തിൻ്റെ താഴ്ചയിലേക്ക് നിസ്സാരനായി താണുപോകുന്നു. വലിയൊരു കടലിൻ്റെ നടുവിൽ തുഴഞ്ഞ് അവസാനം തളർന്ന് ആഴങ്ങളിലേക്ക്, മരണത്തിൻ്റെ അടിത്തറയിലേക്ക്, അടിത്തട്ടിലേക്ക്
താണിറങ്ങി എന്നെ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം കൊണ്ടും സ്നേഹം കൊണ്ടും വെളിച്ചം കൊണ്ടും ഇതാ എന്നെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ ആ സത്യത്തെ ഒരു നിമിഷമൊന്ന് ഓർത്തു. പക്ഷെ എൻ്റെ ഈ തകർച്ചയുടെ നടുവിൽ ഞാൻ വിചാരിച്ചു, ആരെങ്കിലും ഉണ്ടോ? ഇത്രയും ദൈവങ്ങളുണ്ട്, ഇനി ആർക്കെങ്കിലും കഴിയുമോ? എൻ്റെ അർത്ഥം, ഞാൻ ആഗ്രഹിച്ച ഒറ്റ വ്യക്തിക്ക് പോലും അതിന് കരുത്തില്ല. ഒറ്റ ദൈവങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് കരുത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ചോദ്യത്തിന് ആൻസർ ചെയ്യുവാൻ കടന്നു വന്നവൻ്റെ പേരാണ് നസറേയനായ യേശു. ഏത് ദൈവം? ക്രിസ്ത്യാനിയുടെ ദൈവമോ, ജാതികളുടെ ദൈവമോ, ലോകത്തിൻ്റെ ദൈവമോ എന്നൊരു ചോദ്യം പിന്നീട് എനിക്കവിടെയില്ല. ആരെന്ന ചോദ്യത്തെ ഞാനുണ്ടെന്ന് പറഞ്ഞ്, ഞാനാണ് യഥാർത്ഥ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട്, തലച്ചോറിലേക്ക് അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകാത്ത അന്തരീക്ഷത്തെ ബോധവൽക്കരിച്ചുകൊണ്ട്, തലച്ചോറ് പോലും സൃഷ്ടിച്ചവനും ലോക അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ചവനും സകലതും അറിയുന്നവൻ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ആ സത്യമെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതെ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നമ്മോട് സംസാരിച്ചാൽ സകലതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ആരാണ്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്നും, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം മുന്നോട്ടുള്ള സകല ചരിത്രങ്ങളെ വ്യക്തമാക്കാൻ കരുത്തുള്ള ഒരു ദൈവശക്തിയെ തിരിച്ചറിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്ന അനുഭവം, സ്വാതന്ത്ര്യം, ഈ ലോകത്തിൻ്റെ അന്ധകാരം എൻ്റെ കഴിവുകളെയും ചിന്തകളെയും എല്ലാം കെട്ടിമുറുക്കി ഒതുക്കിയപ്പോൾ, ഞാൻ വിളിച്ച ദൈവങ്ങൾ അവരൊക്കെയും ദൈവങ്ങളുടെ വേഷം കെട്ടി ആടിയപ്പോൾ, മറ്റൊരാൾ വശീകരിക്കപ്പെട്ടുകൊണ്ട് അതെനിക്ക് എതിർ ശത്രുവായി മാറിയപ്പോൾ, എന്നാൽ യേശു ആരുടെയും വാക്കുകൾക്കോ എതിർ ശക്തികളോ എതിർക്കുന്നവരെ സ്നേഹിക്കുകയും തകർക്കാൻ നോക്കുന്നവരെ അംഗീകരിക്കുകയും എതിരാളികളെ സ്നേഹിതനാക്കി മാറ്റുകയും ചെയ്യാൻ കരുത്തുള്ളൊരു ശക്തി അത് യേശുവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാമത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പേരിൽ, പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, കഴിവിൻ്റെ, സൗന്ദര്യത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരുപാട് കഴിവുള്ള മനുഷ്യ ജീവനങ്ങളെ, ദൈവിക സൃഷ്ടികളെ ഇതുപോലെ വഞ്ചിക്കുന്ന പൈശാചിക ശക്തിക്കെതിരെ യേശുവെന്ന ഒരൊറ്റ നാമം അതെൻ്റെ ജീവിതത്തിൽ അത്ഭുതമാക്കി മാറ്റി. എൻ്റെ ജീവിത ചരിത്രങ്ങളെ, എൻ്റെ പാരമ്പര്യം, എൻ്റെ തലവിധികളെ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ എഴുതപ്പെടുന്ന ചില രേഖകളെ ഒക്കെയും തിരുത്തുവാൻ, പിശാച് എഴുതിയ സകല രേഖകളെ തിരുത്തി കുറിക്കുവാൻ വിശ്വാസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ചപ്പോൾ സഹായകരമായി തീർന്ന ആ നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനും പിടിപ്പാനും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സത്യദൈവത്തിൻ്റെ പേരാണ് യേശു. ആ നാമം സകല നാമത്തിലും മേലായ നാമം. അത് അത്ഭുതകരമായി ഈ നിമിഷവും പ്രവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കുന്ന എവർക്കും വേണ്ടി സഹായകരമായി തീരുമെന്ന ഉറപ്പോടുകൂടി അനുഭവ അംഗീകാരത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ
ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.